കോട്ടയത്ത് അധ്യാപികയെ സ്കൂളിൽ കയറി ഭർത്താവ് ആക്രമിച്ചു. കോട്ടയം പൂവത്തുമൂട് GLP സ്കൂളിലാണ് സംഭവം. ഭർത്താവ് കൊച്ചുമോൻ ഓഫീസ് മുറിയിൽ വെച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അധ്യാപികയുടെ പരിക്ക് ഗുരുതരമല്ല. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണം. രാവിലെ 9:30 ആയപ്പം ഡോണിയ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നായിരുന്നു. ടീച്ചർ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പം പുസ്തകം കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ചെറിയ പുസ്തകം കയ്യിലിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അല്ല ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ തന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കുമ്പം പുള്ളി അങ്ങ് ഇറങ്ങി പോകുന്ന കണ്ടു. സ്കൂട്ടറിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നത് 10:45 നേരത്താണ്. 10:45 വരുമ്പോൾ ഞാൻ കണ്ടില്ലത്. ഞാൻ അവിടെ അപ്പുറത്തെ ഞങ്ങളുടെ പ്രീ പ്രൈമറി കെട്ടിടം അവിടുത്തെ പിള്ളേരുടെ എടുക്കലായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഇവിടെ. അന്നേരം ടീച്ചർ ജോസി ബാബു വിവരങ്ങളുമായി. ജോസി, എന്താണ് സംഭവം? ഇവരുടെ പരിക്ക് ഇവർ ഓക്കെ അല്ലേ? നിഷാദെ, അധ്യാപികയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇപ്പോൾ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർ. രാവിലെ 10:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പൂവത്തുമൂട് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയായ ഡോണിയക്കെതിരെയാണ് ഭർത്താവിന്റെ ആക്രമണം ഉണ്ടായത്. ഭർത്താവ് കൊച്ചുമോൻ ഒളിവിലാണ്. ഈ അധ്യാപിക വരുന്നതിന് മുമ്പ് അല്പം മുമ്പ് ഈ കൊച്ചുമോൻ ഇവിടെ എത്തി. അധ്യാപിക എത്തിയോ, അധ്യാപിക ഒരു പുസ്തകം കൈമാറാനുണ്ട് എന്ന് ഹെഡ് മിസ്സസിനോട് സംസാരിച്ചിരുന്നു. ഇല്ല, അവരെത്തിയില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നീട് അയാൾ 10:45 കൂടി എത്തി ഈ അധ്യാപികയെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ അധ്യാപികയുടെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതര സ്വഭാവത്തിലുള്ള മുറിവല്ല, പക്ഷേ ക്ലാസ് മുറിയിലും ഈ HMന്റെ ഓഫീസിലുമൊക്കെയും രക്തം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായാണ് അധ്യാപകർ പറയുന്നത്. ഈ അധ്യാപിക ഏറെ നാളായി സ്വകാര്യ ഹോസ്റ്റലിലായിരുന്നു താമസം. എന്തായാലും ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഏറ്റുമാനൂർ പോലീസ് ഇയാൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുഞ്ഞുങ്ങൾ ഈ ദൃശ്യം നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. നേരെ മറിച്ച് അധ്യാപിക കുത്തേറ്റ ശേഷം ക്ലാസ് മുറിയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അവിടെ വെച്ച് രക്തം മാർന്നു നിൽക്കുന്ന അധ്യാപികയെ കുഞ്ഞുങ്ങൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ മാതാപിതാക്കൾ എത്തി കുഞ്ഞുങ്ങളെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ജോസി ബാബു വിവരങ്ങൾ നൽകിയതാലും സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ അധ്യാപികയ്ക്ക് പരിക്കില്ല. പോലീസ് കുറ്റക്കാരനായ അന്വേഷണം നടത്തുകയാണ്.